ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ കെമിസ്ട്രി ടെക്സ്റ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സൊല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടേംസുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്സ് സൊല്യൂഷൻസ് ആണ് ഉള്ളത്, ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക, എന്താണ് ഒരു സൊല്യൂഷൻ്റെ സോലുബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ലോസുകൾ എന്തൊക്കെയാണ്, ദെൻ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണ് എന്നീ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതലൊരു ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ നേരെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സൊല്യൂഷൻ, വാട്ട് ഈസ് മീൻ ബൈ സൊല്യൂഷൻ. അപ്പോൾ ആദ്യം അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്: സൊല്യൂഷൻസ് ആർ ദി ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് ടു ഓർ മോർ കമ്പോണൻസ്. സൊല്യൂഷൻ എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ കമ്പോണൻസ് ഉള്ള ഒരു ഹോമോജീനിയസ് മിക്സ്ചറിനെ പറയുന്ന പേരാണ്. എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിന് മുമ്പ് വാട്ട് ഈസ് മീൻ ബൈ ഹോമോജീനിയസ് മിക്സ്ചർ, അതിൽ ആദ്യം പറഞ്ഞ സൊല്യൂഷൻ്റെ ഡെഫിനിഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടേം എന്ന് പറയുന്നത് ഹോമോജീനിയസ് മിക്സ്ചർ എന്നാണ്. ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത് അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയേണ്ട കാര്യമാണ്. കാരണം എല്ലാ സൊല്യൂഷനും ഹോമോജീനിയസ് മിക്സ്ചറാണ്. പക്ഷേ എല്ലാ മിക്സ്ചറുകളും സൊല്യൂഷൻസുകളല്ല. ഹോമോജീനിയസ് മിക്സ്ചറും മാത്രമേ സൊല്യൂഷൻ്റെ കൂട്ടത്തിൽ പെടുകയുള്ളൂ. എന്താണ് ഹോമോജീനിയസ് മിക്സ്ചർ? ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഒരു മിക്സ്ചർ, ആ മിക്സ്ചറിൻ്റെ കോമ്പോസിഷനും പ്രോപ്പർട്ടിയും ആ മിക്സ്ചറിൻ്റെ ത്രൂ ഔട്ട് യൂണിഫോം ആയിരിക്കും. എല്ലായിടത്തും ഒരേപോലെ കോമ്പോസിഷനും അതേപോലെ തന്നെ പ്രോപ്പർട്ടികളും സെയിം ആണെങ്കിൽ മാത്രമേ ആ ഒരു മിക്സ്ചറിനെ എന്തെന്ന് പറയുകയുള്ളൂ, ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുകയുള്ളൂ. അപ്പോൾ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് ടു ഓർ മോർ കമ്പോണൻറ്റ്സ്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സാൾട്ട് സൊല്യൂഷൻ, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൊല്യൂഷനാണ് സാൾട്ട് സൊല്യൂഷൻ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സാൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കാറ്? സാൾട്ട് സൊല്യൂഷനിലുള്ള കമ്പോണൻസ് എന്തൊക്കെയാണ്? ഒന്ന് വാട്ടറാണ്, ഒന്ന് സാൾട്ടാണ്. ഈ വാട്ടറും സാൾട്ടും മിക്സ് ചെയ്യുക. അങ്ങനെ വാട്ടറും സാൾട്ടും മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു മിക്സ്ചറാണ്. ആ മിക്സ്ചർ ഇനി എന്താണെന്ന് ചെക്ക് ചെയ്യണം, ഹോമോജീനിയസ് മിക്സ്ചറാണെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഹോമോജീനിയസ് മിക്സ്ചർ എന്താണെന്ന് ഞാൻ പറഞ്ഞത്, ഒരു മിക്സ്ചറിൻ്റെ കോമ്പോസിഷനും അതിൻ്റെ പ്രോപ്പർട്ടിയും എല്ലായിടത്തും യൂണിഫോം ആണെങ്കിൽ മാത്രമേ ആ മിക്സ്ചറിനെ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുള്ളൂ. ഇപ്പോൾ നമ്മൾ സാൾട്ട് എടുത്ത് ആ സാൾട്ട് വാട്ടറിലിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏത് ഭാഗത്തുനിന്നും എടുത്ത് ടേസ്റ്റ് ചെയ്താലും അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി സെയിം ആണ്, ദെൻ കോമ്പോസിഷനും സെയിം ആവും. അതുകൊണ്ടാണ് നമ്മൾ ഏത് ഭാഗത്തുനിന്ന് ടേസ്റ്റ് ചെയ്യുമ്പോഴും ഒരേപോലെയുള്ള ടേസ്റ്റ് കിട്ടുന്നത്. കോമ്പോസിഷൻ മാറുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറേണ്ടതാണ്. കാരണം ഇപ്പോൾ ഒരു വെള്ളത്തിൽ തോനെ ഉപ്പ് വന്നാൽ അതിൻ്റെ ടേസ്റ്റും കുറച്ച് ഉപ്പ് വന്നുള്ളതിൻ്റെ ടേസ്റ്റ് രണ്ടും വ്യത്യാസമില്ലേ? അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞതും. കോമ്പോസിഷൻ മാറേണ്ടതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റും മാറും. ഇപ്പം നല്ല ഉപ്പുണ്ടാവും, ചിലതിൽ തീരെ ഉപ്പുണ്ടാവും, അങ്ങനെ വരുന്നില്ലല്ലോ. നമ്മൾ വെള്ളത്തിൽ ഇട്ടാൽ ആ വെള്ളത്തിലുള്ള എല്ലാത്തിൻ്റെ ഉപ്പ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കോമ്പോസിഷൻ സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ ഡെഫിനിഷനിലേക്ക് വരിക, എന്താണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞത്? സൊല്യൂഷൻ ഈസ് ദി ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് ടു ഓർ മോർ കമ്പോണൻറ്റ്സ്. ഇപ്പോൾ നമ്മൾ ഷുഗർ സൊല്യൂഷനാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഷുഗർ സൊല്യൂഷനിലുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? വാട്ടറും ഷുഗറും ആണ്. അപ്പോൾ അതിലും രണ്ട് കമ്പോണൻസ് വന്നു. രണ്ടോ അതിലധികമോ കമ്പോണൻസ് ഉള്ള പിന്നെ പറയുന്ന കണ്ടീഷൻ എന്താ? ഹോമോജീനിയസ് മിക്സ്ചർ ആകണം. ഇവിടെ പറയുന്നത് ഷുഗർ സൊല്യൂഷനും ഹോമോജീനിയസ് മിക്സ്ചർ ആവില്ലേ? അപ്പോൾ അതിന് നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കി അതിൻ്റെ ഏത് ഭാഗം ടേസ്റ്റ് ചെയ്താലും മധുരം ഉണ്ടാവില്ലേ? അതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നതും സെയിം ആയിരിക്കും, അതിൻ്റെ പ്രോപ്പർട്ടികൾ എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. സോ ഷുഗർ സൊല്യൂഷൻ ഈസ് ആൾസോ എൻ ഹോമോജീനിയസ് മിക്സ്ചർ, സോ ദാറ്റ് ഇറ്റ് ആൾസോ എ സൊല്യൂഷൻസ്. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഒന്നും കൂടി പറയാം. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് ടു ഓർ മോർ കമ്പോണൻറ്റ്സ്, രണ്ടോ അതിലധികമോ കമ്പോണൻറ്റ്സ് ഉള്ള ഹോമോജീനിയസ് മിക്സ്ചറിനെ പറയുന്ന പേരാണ് എന്ത്? സൊല്യൂഷൻസ്. ഓക്കെ,
ഇനി നമ്മൾ പറയണത് എന്താണ് ബൈനറി സൊല്യൂഷൻ എന്നുള്ളതാണ്. ആ പേരിൽ തന്നെ മനസ്സിലാക്കുക, ബൈനറി സൊല്യൂഷൻ. ബൈ മീൻസ് രണ്ട് എന്നുള്ളതാണ്, ടു എന്നാണ് ബൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ബൈനറി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷനിൽ രണ്ട് കമ്പോണൻസ് മാത്രമാണ് ഉള്ളത് എങ്കിൽ ആ സൊല്യൂഷനെ പറയുന്ന പേരാണ് ബൈനറി സൊല്യൂഷൻ. ബൈനറി സൊല്യൂഷൻ ഈസ് ദ സൊല്യൂഷൻ ഇൻ വിച്ച് കണ്ടെയ്ൻ ഓൺലി ടു കമ്പോണൻസ്. ഓക്കെ, എന്താണ് സൊല്യൂഷൻസ് എന്താന്ന് പറഞ്ഞു, ദെൻ പിന്നെ പറഞ്ഞത് എന്താണ് ബൈനറി സൊല്യൂഷൻ എന്താണെന്ന്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് സൊല്യൂഷനിലുള്ള കമ്പോണൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ടേംസുകളെ കുറിച്ചാണ്. രണ്ട് ടേംസുകളാണുള്ളത്. നമ്മൾ മുമ്പ് ചെറിയ ക്ലാസ്സുകളിലും അതിനു മുമ്പൊക്കെ പഠിച്ചു പോരുന്നതാണ് രണ്ട് ടേംസ്. ഒന്നെന്ന് പറയുന്നത് സൊല്യൂട്ട്, അനദർ വൺ ഈസ് സോൾവെൻറ്റ്. ഈ സൊല്യൂട്ട് ആൻഡ് സോൾവെൻ്റ് ആണ് ഒരു സൊല്യൂഷനിലുള്ള കമ്പോണൻസുകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ടേംസുകൾ. സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷനിൽ ലെസ്സർ എമൗണ്ടിൽ കാണപ്പെടുന്ന കോമ്പോണൻസിനെ പറയുന്ന പേരാണ് സൊല്യൂട്ട്. ആൻഡ് സോൾവെൻ്റ് എന്ന് പറയുന്നത് എക്സസ് എമൗണ്ടിൽ, ഗ്രേറ്റർ എമൗണ്ടിൽ കാണപ്പെടുന്ന കമ്പോണൻസിനെ പറയുന്ന പേരാണ് സോൾവെൻറ്റ്. അപ്പോൾ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കമ്പോണൻസ് വിച്ച് പ്രസൻറ്റ് ഇൻ ലെസ്സർ എമൗണ്ട്. And solvent can be defined by it is the component which present in excess amount. അത് മാറാതിരിക്കാൻ വേണ്ടി ഇത്ര ആലോചിച്ചാൽ മതി. സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ അതിൽ 6 ലെറ്റേഴ്സുകളാണ് ഉള്ളത്. അപ്പോൾ സോൾവെൻ്റ് എടുക്കുമ്പോൾ സോൾവെൻറ്റിൽ 7 ലെറ്ററുകളുണ്ട്. അപ്പോൾ 6നേക്കാൾ കൂടുതൽ ആണ്. കൂടുതൽ എമൗണ്ട് ഉള്ളത് ഏതാണ്? കോമ്പോണൻസിൽ കൂടുതൽ എമൗണ്ട് ഉള്ളത് സോൾവെൻറ്റും കുറഞ്ഞ എമൗണ്ട് ഉള്ളത് സൊല്യൂട്ടും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നോക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ആകെപ്പാടെ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ ഓരോ ചാപ്റ്റർ എടുത്താൽ റിവൈസ് ചെയ്യും. അതേമാതിരി നമ്മൾ ഇവിടെ റിവൈസ് ചെയ്യുകയാണ്. നിങ്ങളും കൂടെ നിങ്ങളും മൈൻഡിൽ പറഞ്ഞ് നോക്കണം. ഇതുവരെ പഠിച്ചത് എന്താണ് കിട്ടിയത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് റിവൈൻഡ് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ആകെപ്പാടെ പറഞ്ഞത് സൊല്യൂഷൻ എന്താണ് എന്ന് പറഞ്ഞു, ദെൻ ബൈനറി സൊല്യൂഷൻ എന്താന്ന് പറഞ്ഞു, ദെൻ റെപ്രസെൻ്റ് ചെയ്യണത് കോമ്പോണൻസിനെ റെപ്രസെൻ്റ് ചെയ്യണ രണ്ട് ടേംസുകൾ പറഞ്ഞു. ഒന്ന് സോൾവെൻറ്റ്, ഒന്ന് സൊല്യൂട്ട്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസിനെ കുറിച്ചാണ്. നമ്മൾ സൊല്യൂഷൻ എന്താണെന്ന് പഠിച്ചു. ദെൻ ഇനി സൊല്യൂഷൻ്റെ ടൈപ്പുകളെ കുറിച്ച്. ആ ടേബിൾ കൊടുത്ത പോലെ നമുക്ക് there are 3 type of solutions. ഒന്നെന്ന് പറയുന്നത് സോളിഡ് സൊല്യൂഷൻ, രണ്ടാമത്തെന്ന് പറയുന്നത് ലിക്വിഡ് സൊല്യൂഷൻ, ദെൻ മൂന്നാമത്തത് ഗേഷ്യസ് സൊല്യൂഷൻ. നമുക്കറിയാം ഈ സൊല്യൂഷനിൽ മൂന്നെണ്ണത്തിലും സൊല്യൂഷന് പേര് കൊടുക്കുന്നത് സോൾവെൻറ്റ് ഏതാണ് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സൊല്യൂഷനിൽ സോൾവെൻറ്റ് സോളിഡാണ് എങ്കിൽ ആ സൊല്യൂഷനെ പറയുന്ന പേര് സോളിഡ് സൊല്യൂഷൻ. സൊല്യൂട്ട് ഏതോ ആയിക്കോട്ടെ, സൊല്യൂട്ട് സോളിഡോ ഗ്യാസോ ലിക്വിഡോ ഏതോ ആയിക്കോട്ടെ, സോൾവെൻറ്റ് സോളിഡാണ് എങ്കിൽ ആ സൊല്യൂഷൻ്റെ പേര് വരിക സോളിഡ് സൊല്യൂഷൻ. അതേപോലെ തന്നെ ഇനി സോൾവെൻറ്റ് ലിക്വിഡും സൊല്യൂട്ട് സോളിഡോ ഗ്യാസോ ലിക്വിഡോ ഏതോ ആയിക്കൊള്ളട്ടെ, സോൾവെൻറ്റ് ലിക്വിഡ് ആണെങ്കിൽ ആ സൊല്യൂഷൻ്റെ പറയുന്ന പേരാണ് എന്ത്? ലിക്വിഡ് സൊല്യൂഷൻ. അതുപോലെ തന്നെ ഗ്യാസസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോൾവെൻ്റ് ഏതായിരിക്കും? ഗ്യാസ് ആയിരിക്കും. സൊല്യൂട്ട് ഇറ്റ് മേ ബി സോളിഡ്, ഗ്യാസ് ഓർ ലിക്വിഡ്, അതിലേതായിക്കോട്ടെ സൊല്യൂട്ട്. സോൾവെൻറ്റ് ഗ്യാസ് ആണെങ്കിൽ ആ സൊല്യൂഷനെ പറയുന്ന പേരാണ് ഗേഷ്യസ് സൊല്യൂഷൻ. നമുക്ക് ആ ടേബിൾ നോക്കിയാൽ അറിയാം, സൊല്യൂട്ട് ഗ്യാസോ ലിക്വിഡോ സോളിഡ് ഏതാവുമ്പോഴും സോൾവെൻറ്റ് സോളിഡാണ് എങ്കിൽ അതിനെ പറയുന്ന പേരെന്തായിരുന്നു? സോളിഡ് സൊല്യൂഷനാണ്. അതിന് കോമൺ എക്സാമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ സോളിഡ് സൊല്യൂഷനിൽ നോക്കുമ്പോൾ സോളിഡും എന്ന് പറയുന്നത് സോളിഡ് എന്ന് പറയുന്നതിന് ഒരു എക്സാമ്പിളാണ് നമുക്ക് പറയാം. ഏത്? അലോയ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അലോയികളെ കുറിച്ച്. കഴിഞ്ഞ കൊല്ലം പി ബ്ലോക്കിൽ പഠിച്ചിട്ടുണ്ടോ എന്നാണ് തോന്നുന്നത്. അതോ ഈ കൊല്ലാണോ അറിയില്ല. ഏതൊരു കൊല്ലം നിങ്ങൾക്ക് അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിന് കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ പറയാൻ പറ്റുന്നതാണ് സ്റ്റീൽ.
സ്റ്റീൽ എന്ന് പറയുന്നത് രണ്ടും സോളിഡ്, സോൾവെൻ്റ് എന്ന് പറയുന്നതും സോളിഡാണ്, സൊല്യൂട്ട് എന്ന് പറയുന്നതും സോളിഡാണ്. അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ലിക്വിഡ് സോളിഡ്, ദെൻ സോളിഡ് ഗ്യാസ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, ലിക്വിഡും സോളിഡ് ആകുമ്പോൾ ഒരു സൊല്യൂഷന് ലിക്വിഡ് ഫോമിലാവൂല എന്നുള്ളത്. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടല്ലോ, സോൾവെൻ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഏറ്റവും കൂടുതൽ എക്സസ് എമൗണ്ടിൽ കൂടുതലുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, സോൾവെൻ്റ് എന്ന് പറയും. അപ്പോൾ ലിക്വിഡ് കുറച്ചേ ഉണ്ടാവുള്ളൂ, സോളിഡ് എക്സസ് എമൗണ്ടിൽ ഉണ്ടാവും. അപ്പോൾ സോളിഡിൻ്റെ ക്യാരക്ടറാണ് അവിടെ പ്രയോറിറ്റിയിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ആ സൊല്യൂഷനെ സോളിഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും പ്രയോറിറ്റി നൽകൽ എപ്പോഴും കൂടുതലുള്ള ആൾക്കാണ്. അപ്പോൾ കൂടുതലുള്ള ആൾക്ക് പ്രയോറിറ്റി നൽകുന്നത് കൊണ്ടാണ് സോൾവെൻറ്റിന് നെയിം ഇവിടെ സൊല്യൂഷന് പേര് കൊടുക്കാൻ പ്രയോറിറ്റി നൽകിയത്. അതുകൊണ്ടാണ് സോളിഡ് സൊല്യൂഷൻ എന്നും ഗ്യാസ് സൊല്യൂഷൻ എന്നൊക്കെ പേര് വരാൻ കാരണം. ഓക്കെ, ഇനി എങ്ങാനും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരു സോൾവെൻറ്റും സോളിഡും തന്നു, അതിൻ്റെ എമൗണ്ടും തന്നു, ഇത് ഏത് തരത്തിലുള്ള സൊല്യൂഷനാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ അവിടെ നോക്കേണ്ടത് ഏതാണ്, അവിടെ ഏതാണോ എക്സസ് എമൗണ്ടിലുള്ളത് അതായിരിക്കും സോൾവെൻറ്റ്. ആ സോൾവെൻറ്റിൻ്റെ പേരിലാണ് ഏത് വരിക, ആ സൊല്യൂഷൻ്റെ നെയിം വരിക. ഓക്കെ, ദെൻ ആ കോമൺ എക്സാമ്പിളുകൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, അത് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മനസ്സിലാവുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ വേണമെങ്കിൽ ഒന്നുകൂടി വായിച്ചു തരാം. സോളിഡ് സൊല്യൂഷനിൽ സോളിഡ് സോൾവെൻറ്റും സൊല്യൂട്ട് ഗ്യാസും ആണെങ്കിൽ അതിനൊരു എക്സാമ്പിളാണ് സൊല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ പലേഡിയം. ദെൻ സോളിഡ് സൊല്യൂട്ട് ലിക്വിഡ് ആണെങ്കിൽ അമാൽഗം ഓഫ് മെർക്കുറി വിത്ത് സോഡിയം, അതിന് സോഡിയം അമാൽഗം ഇത് പറഞ്ഞാൽ മതി. ദെൻ സോളിഡും ഞാൻ പറഞ്ഞു, കോപ്പർ ഡിസോൾവ്ഡ് ഇൻ ഗോൾഡ്, അല്ലെങ്കിൽ അതിന് സ്റ്റീൽ എക്സാമ്പിളായിട്ട് പറയാം. ദെൻ ലിക്വിഡ് സൊല്യൂഷനിലേക്ക് വരുമ്പോൾ സോൾവെൻറ്റ് ലിക്വിഡാണ്, സൊല്യൂട്ട് ഗ്യാസ് ആകുമ്പോൾ ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ദെൻ ലിക്വിഡ് എന്ന് പറയുമ്പോൾ സൊല്യൂട്ട് ലിക്വിഡ് ആകുമ്പോൾ എത്തനോൾ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ദെൻ ലിക്വിഡ് സോളിഡ് ആണെങ്കിൽ ഗ്ലൂക്കോസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. അതിന് നമുക്ക് കുറേ ഇഷ്ടംപോലെ എക്സാമ്പിളുകൾ നമുക്ക് എഴുതാം. ദെൻ ഗ്യാസ് സൊല്യൂഷൻ ആകുമ്പോൾ ഗ്യാസ് ആണ് സൊല്യൂട്ട് എന്നുണ്ടെങ്കിൽ മിക്സർ ഓഫ് ഓക്സിജൻ ആൻഡ് നൈട്രജൻ ഗ്യാസ്, നമുക്ക് ഏതാണോ രണ്ട് ഗ്യാസിൻ്റെ മിക്സർ എന്ന് എഴുതിയാൽ മതി. ദെൻ ലിക്വിഡ് ആണ് സൊല്യൂട്ട് എന്നുണ്ടെങ്കിൽ ക്ലോറോഫോം മിക്സ്ഡ് ഇൻ നൈട്രജൻ ഗ്യാസ്. ഇത് ടെക്സ്റ്റിലുള്ള എക്സാമ്പിളുകളാണ്. ദെൻ സൊല്യൂട്ട് സോളിഡ് ആണ് എന്നുണ്ടെങ്കിൽ കാംഫർ ഇൻ നൈട്രജൻ ഗ്യാസ്. അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. മെയിനായിട്ട് ഇവിടെ നോക്കേണ്ട കാര്യം ടൈപ്സ് ഓഫ് സൊല്യൂഷന് ഏതിൻ്റെ ബേസിലാണ് പേര് കൊടുക്കുന്നത്, സോൾവെൻ്റ് ഏതാണോ ആ സോൾവെൻറ്റിൻ്റെ പേരിലാണ് സൊല്യൂഷൻ്റെ നെയിം വരുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ആകെപ്പാടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു. എന്താണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ solutions are the homogeneous mixture of two or more components. ഇപ്പോൾ എന്താണ് നമ്മൾ ഹോമോജീനിയസ് മിക്സ്ചർ എന്താണെന്നാണ് പറഞ്ഞത്, ഇറ്റ് ഈസ് എ മിക്സ്ചർ ഇൻ വിച്ച് ഇറ്റ്സ് കോമ്പോസിഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ആർ യൂണിഫോം ത്രൂ ഔട്ട് ഇൻ ദി മിക്സ്ചർ. അതിനാണ് നമ്മൾ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് എന്തേനു, രണ്ട് ടേംസുകളാണ്, ഒന്ന് സൊല്യൂട്ടും ഒന്ന് സോൾവെൻറ്റും. സോൾവെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കമ്പോണൻറ്റ് വിച്ച് പ്രസൻറ്റ് ഇൻ എക്സസ് എമൗണ്ട്. ദെൻ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കമ്പോണൻസ് വിച്ച് പ്രസൻറ്റ് ഇൻ ലെസ്സർ എമൗണ്ട്. ദെൻ പിന്നെ പറഞ്ഞത് എന്തായിരുന്നു, ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ്. ടൈപ്സ് ഓഫ് സൊല്യൂഷൻ ദർ ആർ 3 ടൈപ്സ് ഓഫ് സൊല്യൂഷൻ. ഫസ്റ്റ് വൺ ഈസ് ഏതായിരുന്നു, സോളിഡ് സൊല്യൂഷൻ, ദെൻ ലിക്വിഡ് സൊല്യൂഷൻ, ദെൻ ഗ്യാഷ്യസ് സൊല്യൂഷൻ. സൊല്യൂഷൻസ് പേര് കൊടുക്കുന്നത് എന്തിൻ്റെ ബേസിലായിരുന്നു, ഏതാണ് സോൾവെൻറ്റ് എന്നതിൻ്റെ ബേസിലായിരുന്നു നമ്മൾ പേര് കൊടുത്തത്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അതിലുള്ള എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിളിനനുസരിച്ചാണ് ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ കണക്കാക്കാറുള്ളത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ കോൺസെൻട്രേഷൻ ടേംസുകളാണ് പറയുന്നത്. നമുക്ക് ആദ്യമായിട്ട് നോക്കാനുള്ളത് കോൺസെൻട്രേഷൻ ടേംസിൽ ഫസ്റ്റ് പഠിക്കാനുള്ളത് മാസ് പെർസെൻറ്റേജ് ആണ്. ഈ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം
ഇവിടെ സൊല്യൂട്ടിൻ്റെ മാസിനാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഒരു 100 ഗ്രാം സൊല്യൂഷൻ എടുത്താൽ ആ 100 ഗ്രാം സൊല്യൂഷനിൽ എത്ര മാസ് സൊല്യൂട്ട് പ്രസൻ്റ് ആയി എന്നുള്ളതിനെയാണ് മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 100 ഗ്രാം സൊല്യൂഷനിൽ എത്ര മാസ് സൊല്യൂട്ട് പ്രസൻ്റ് ആണ് എന്നുള്ളതിനെയാണ് മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മാസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 100 ഗ്രാം ഓഫ് സൊല്യൂഷൻ, ദാറ്റ് ഈസ് കോൾഡ് മാസ് പെർസെൻറ്റേജ്. ഇനി മാസ് പെർസെൻറ്റേജിനെ എങ്ങനെയാണ് മാത്തമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യുക എന്നാണ് നോക്കുന്നത്. മാസ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 1000. മാസ് പെർസെൻറ്റേജിനെ റെപ്രസെൻ്റ് ചെയ്യുക മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അതാണ് മാസ് ഓഫ് പെർസെൻറ്റേജിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ പോലെ ചെയ്യാതെ നിങ്ങൾ നോട്ടിൽ എഴുതണം. ഇവിടുത്തെ ഈ പിക്ചറിൽ അത് കാണിക്കുന്നില്ല, അത് നിങ്ങൾ നോട്ടിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആക്കി എഴുതുക, എന്നിട്ട് അതിൻ്റെ ആൻസർ എത്ര കിട്ടണമെന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ മാസ് പെർസെൻറ്റേജ് കാണാനാണ് ക്വസ്റ്റ്യൻ. അവിടെ തന്നിട്ടുള്ളത് ഒരു ഷുഗർ സൊല്യൂഷനാണ്. ആ ഷുഗർ സൊല്യൂഷന് ടോട്ടൽ മാസ് എന്ന് പറയുന്നത് 50 ഗ്രാമാണ്. 50 ഗ്രാമാണ്, 50 ഗ്രാമാണ്. അവിടുത്തെ ഷുഗറിൻ്റെ ഷുഗർ മീൻസ് ഇവിടെ സൊല്യൂട്ടിൻ്റെ മാസ് എന്ന് പറയുന്നത് 5 ഗ്രാമാണ്. ഓക്കെ, ദെൻ അവിടുത്തെ മാസ് പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ കാണുക? മാസ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട്. ഇവിടുത്തെ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 5 ഗ്രാമാണ്. ദെൻ മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 50 ഗ്രാമാണ്. സോ മാസ് പെർസെൻറ്റേജ് എങ്ങനെ കാണാമെന്ന് ആദ്യത്തെ ഇക്വേഷൻ പറഞ്ഞ് ആ ഇക്വേഷനിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം മാസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100 വി ഗെറ്റ് 10. ഇവിടുത്തെ മാസ് പെർസെൻറ്റേജ് എന്താ കിട്ടുക? 10 ആയിരിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് മാസ് പെർസെൻറ്റേജ് മനസ്സിലായി എന്നൊരു വിശ്വസിക്കുന്നത്. അതെന്താണ് ഒന്നും കൂടിയും പറഞ്ഞുതരാം. ഒരു 100 ഗ്രാം ഓഫ് സൊല്യൂഷനിൽ പ്രസൻ്റ് ആയിട്ടുള്ള മാസ് ഓഫ് സൊല്യൂട്ടിനെയാണ് മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് രണ്ടാമത്തെ കോൺസെൻട്രേഷൻ ടേമാണ്. ആ രണ്ടാമത്തെ കോൺസെൻട്രേഷൻ ടേം എന്ന് പറയുന്നത് വോളിയം പെർസെൻറ്റേജ് ആണ്. നമ്മൾ മാസ് പെർസെൻറ്റേജ് പറഞ്ഞ പോലെ തന്നെയാണ് വോളിയം പെർസെൻറ്റേജ് പറയുന്നത്. മാസ് പെർസെൻറ്റേജ് പറഞ്ഞപ്പോൾ മാസ് ഓഫ് സൊല്യൂട്ടാണ് പറഞ്ഞിരുന്നത്. അത് ആ സൊല്യൂഷൻ ടോട്ടലായി എത്ര എടുത്തിരുന്നത്? 100 ഗ്രാമിലായിരുന്നു ടോട്ടൽ സൊല്യൂഷൻ. 100 ഗ്രാം ഓഫ് സൊല്യൂഷനിലുള്ള മാസ് ഓഫ് സൊല്യൂട്ടിനെയാണ് മാസ് പെർസെൻറ്റേജ് പറഞ്ഞിരുന്നത്. അപ്പോൾ വോളിയം പെർസെൻറ്റേജിലേക്ക് വരുമ്പോൾ അവിടെ മാസിൻ്റെ പകരം ഇവിടെ എന്താണ്? വോളിയമാണ്. ആ വോളിയം, അപ്പോൾ ഇവിടെ വോളിയം എടുക്കുമ്പോൾ അവിടെ 100 ഗ്രാം പറഞ്ഞത് ഇവിടെ 100 ml ആവും. സോ വോളിയം പെർസെൻറ്റേജിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 100 ml ഓഫ് സൊല്യൂഷൻ. ഒരു 100 ml ഓഫ് സൊല്യൂഷനിലുള്ള വോളിയം ഓഫ് സൊല്യൂട്ടിനെയാണ് വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതിനെ എങ്ങനെ മാത്തമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യാം? വോളിയം പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഓക്കെ, ഇനി അടുത്ത ടേംസുകൾ പറയാൻ പോകുന്നത് ഒന്നെന്ന് പറയുന്നത് മൊളാരിറ്റി, മൊളാലിറ്റി, നോർമാലിറ്റി, മോൾ ഫ്രാക്ഷൻ തുടങ്ങിയ കാര്യങ്ങളാണ്. അത് നമ്മൾ കഴിഞ്ഞ കൊല്ലം ഐ തിങ്ക് ഫസ്റ്റ് ചാപ്റ്ററിലാണ് തോന്നുന്നു നമ്മൾ സ്റ്റേറ്റ് ഓഫ് മാറ്റർ അങ്ങനെ ഏതോ ഒരു ചാപ്റ്റർ എടുത്തപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഇനി പറയാനുള്ള കാര്യങ്ങളൊക്കെ. സോ അത് നമ്മളൊരു റിവൈൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. സോ ഇനി മൂന്നാമത്തെ ഇപ്പോൾ ഫസ്റ്റ് ഏതാ പറഞ്ഞ മാസ് പെർസെൻറ്റേജ് പറഞ്ഞു. ദെൻ പിന്നെ പറഞ്ഞത് വോളിയം പെർസെൻറ്റേജ് ആയിരുന്നു. ദെൻ ഇനി പറയുന്നത് മൊളാരിറ്റി. മൂന്നാമത്തെ കോൺസെൻട്രേഷൻ ടേമാണ് മൊളാരിറ്റി. അതിൻ്റെ ക്യാപിറ്റൽ എം വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. മൊളാരിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ഒരു ലിറ്റർ സൊല്യൂഷനിൽ പ്രസൻ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെയാണ് മൊളാരിറ്റി എന്ന് പറയുന്നത്. അപ്പം
മൊളാരിറ്റിയും മൊളാലിറ്റിയും നമുക്ക് ഒപ്പം തന്നെ ഒന്ന് നോക്കാം. അപ്പോൾ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ഓഫ് സൊല്യൂഷനിൽ പ്രസൻ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെയാണ് മൊളാരിറ്റി ക്യാപിറ്റൽ M എന്നുകൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരുന്നത്. ദെൻ മൊളാലിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. 1 കിലോഗ്രാം ഓഫ് സോൾവെൻറ്റിൽ പ്രസൻ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെയാണ് മൊളാലിറ്റി എന്ന് പറയുന്നത്. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ഓഫ് സോൾവെൻറ്റിൽ പ്രസൻ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെയാണ് മൊളാലിറ്റി സ്മാൾ m എന്ന് വെച്ചിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരുന്നിട്ടുള്ളത്. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ സൊല്യൂഷനിൽ പ്രസൻ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെയാണ് മൊളാരിറ്റി എന്ന് പറയുന്നത്. മൊളാരിറ്റിയെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക ക്യാപിറ്റൽ M വെച്ചിട്ടാണ്. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. അത് മാറാൻ പാടില്ലേ. മൊളാരിറ്റിൻ്റെ കേസ് പറയുമ്പോൾ 1 ലിറ്റർ ഓഫ് സൊല്യൂഷനിലാണ്. 1 ലിറ്റർ ഓഫ് സൊല്യൂഷനിൽ അടങ്ങിയിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെയാണ് മൊളാരിറ്റി എന്ന് പറയുന്നത്. മൊളാരിറ്റീൻ്റെ ക്യാപിറ്റൽ എമ്മും മൊളാലിറ്റി പറയുമ്പോൾ 1 കിലോഗ്രാം ഓഫ് സോൾവെൻറ്റിൽ പ്രസൻ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെയാണ് മൊളാലിറ്റി എന്ന് പറഞ്ഞിരുന്നത്. മൊളാലിറ്റീനെ റെപ്രസെൻ്റ് ചെയ്യുക സ്മാൾ m വെച്ചിട്ടാണ്. ഓക്കെ, ഇവിടെ നിന്നാണ് കൂടുതലായിട്ടും ഈ ഭാഗത്ത് നിന്ന് പ്രോബ്ലം വരാറുള്ളത്. ഈ ഭാഗത്ത് നിന്ന് ഒരു പ്രോബ്ലം വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ടോട്ടല് ഈ ചാപ്റ്ററിൽ നിന്ന് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസാണ് ഇതുവരെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണാറുള്ളത്. സോ ആ 5 മാർക്കിൽ ഒരുവിധം ക്വസ്റ്റ്യൻസ് വരിക അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ്റെ ഈ ഭാഗത്തു നിന്നൊരു പ്രോബ്ലം, അല്ലെങ്കിൽ കൊളിഗേറ്റീവിന് എടുക്കാൻ പോകുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീൻ്റെ ഭാഗത്തു നിന്നൊരു ചോദ്യം. അങ്ങനെയാണ് ഇവിടെ കൂടുതലായിട്ട് കാണപ്പെടാറുള്ളത്. മൊളാരിറ്റിന് നമ്മൾ വിഷയത്തേക്ക് വരിക. മൊളാരിറ്റിയും മൊളാലിറ്റിയും നമ്മൾ കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ പഠിച്ചിരിക്കണം. മൊളാരിറ്റി എന്ന് പറയുമ്പോൾ 1 ലിറ്റർ ഓഫ് സൊല്യൂഷനും മൊളാലിറ്റി എന്ന് പറയുമ്പോൾ 1 കിലോഗ്രാം ഓഫ് സോൾവെൻറ്റും, അത് രണ്ടും തമ്മിലുള്ള മാറ്റം നമ്മൾ തറയാക്കിയിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് പറയാൻ പോകുന്നത് മോൾ ഫ്രാക്ഷൻ ആണ്. മോൾ ഫ്രാക്ഷൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ x എന്ന ടേമിലാണ് നമ്മൾ മോൾ ഫ്രാക്ഷനെ റെപ്രസെൻ്റ് ചെയ്യാറ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മാസ് പേഴ്സൻറ്റേജ് ആകട്ടെ, വോളിയം പേഴ്സൻറ്റേജ് ആകട്ടെ, മൊളാരിറ്റി ആവട്ടെ, മൊളാലിറ്റി ആവട്ടെ, അതൊക്കെ നമ്മൾ ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ദെൻ മോൾ ഫ്രാക്ഷൻ്റെ കേസിലേക്ക് വരുമ്പോൾ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഓരോ കമ്പോണൻസിനും ഓരോ മോൾ ഫ്രാക്ഷനാണ്. ഇപ്പോൾ ഒരു സൊല്യൂഷൻ എടുത്താൽ ആ സൊല്യൂഷനിൽ 2 കമ്പോണൻ്റാണ് ഉള്ളത് എങ്കിൽ കൺസിഡർ 2 കമ്പോണൻറ്റ് എ ആൻഡ് ബി, രണ്ടും ഒരു സൊല്യൂഷനിലുള്ള ഒരു കമ്പോണൻ്റാണ്. ആ സൊല്യൂഷനിൽ എ എന്ന് പറയുന്ന കമ്പോണൻറ്റിന് ഒരു മോൾ ഫ്രാക്ഷൻ ആയിരിക്കും, ദെൻ ബി എന്ന് പറയുന്ന കമ്പോണൻറ്റിന് വേറൊരു മോൾ ഫ്രാക്ഷൻ ആയിരിക്കും. പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞ കേസിലൊക്കെ എന്തായിരുന്നു? ഒരു സൊല്യൂഷന് ഒറ്റ ടേമാണ്. ഒരു സൊല്യൂഷന് ഇത്ര മൊളാരിറ്റി ഉള്ള സൊല്യൂഷനാണ്, അല്ലെങ്കിൽ ഇത്ര മൊളാലിറ്റി ഉള്ള സൊല്യൂഷനാണ്, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടുത്തെ കേസിൽ ഓരോ കമ്പോണൻറ്റിനും ഓരോ മോൾ ഫ്രാക്ഷനാണ് ഉള്ളത്. ഓക്കെ, ദെൻ അപ്പോൾ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് അതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? മോൾ ഫ്രാക്ഷൻ ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ കമ്പോണൻറ്റ് ടു ദി ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഒരു സൊല്യൂഷൻ എടുത്താൽ ആ സൊല്യൂഷനിൽ 2 കമ്പോണൻ്റ് ഉണ്ടാവും. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബൈനറി സൊല്യൂഷനാണ്. സോ ആ സൊല്യൂഷനിൽ 2 കമ്പോണൻ്റ് ഉണ്ടാവില്ലേ? ആ 2 കമ്പോണൻ്റ് ഉണ്ടാവും. ആ 2 കമ്പോണൻറ്റിൽ ഒരു കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ആ കമ്പോണൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസിനെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് ആ ഒരു സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്.
ഒന്നുകൂടി പറയാം, മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു സൊല്യൂട്ടിനാണ്, ഏതെങ്കിലും ഒരു സൊല്യൂട്ടോ സോൾവൻ്റ് ഏതായിക്കോട്ടെ, ഏതെങ്കിലും ഓരോ കമ്പോണൻറ്റിനെ വെച്ചിട്ടാണ് മോൾ ഫ്രാക്ഷൻ പറയാറുള്ളത്. ഓരോ കമ്പോണൻറ്റിനും ഓരോ മോൾ ഫ്രാക്ഷനാണ്. അപ്പോൾ മോൾ ഫ്രാക്ഷനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ കമ്പോണൻറ്റ് ടു ദി ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം പറഞ്ഞു, നമ്മൾ 2 കമ്പോണൻ്റ് ഉള്ള ഒരു സൊല്യൂഷൻ എടുക്കുകയാണ്. 2 കമ്പോണൻ്റ് മീൻസ് എ ആൻഡ് ബി ആണ് നമ്മളെടുത്ത കമ്പോണൻ്റ്. അപ്പോൾ എ എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്, മോൾ ഫ്രാക്ഷൻ ഓഫ് എ is equal to number of moles of A divided by a number of moles of A and number of moles of B. That means total number of moles of a solution. ആ സൊല്യൂഷനിൽ 2 കമ്പോണൻ്റാണ് ഉള്ളത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് ആ കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഇനി മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമെന്നുള്ളത് ഓരോ കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷനും കണ്ട് അതിനെ സമ്മ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇപ്പോൾ ഒരു സൊല്യൂഷനിൽ 2 കമ്പോണൻ്റാണ് ഉള്ളതെന്ന് പറഞ്ഞു, എ ആൻഡ് ബി. ആ എൻ്റെ മോൾ ഫ്രാക്ഷൻ കണ്ടു, ഇറ്റ് മീൻസ് എക്സ് എ കണ്ടു. ദെൻ ബി എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷനും കണ്ടു, എക്സ് ബി. ഈ എക്സ് എയും എക്സ് ബിയും തമ്മിൽ ആഡ് ചെയ്താൽ, സമ്മ് ചെയ്താൽ നമുക്ക് ആൻസർ എന്താ കിട്ടുക? 1 ആണ്. ഇനി ഒരു സൊല്യൂഷനിൽ മോർ ദാൻ 2 കമ്പോണൻസ് ഉണ്ട്, എത്രയോ കമ്പോണൻസ് ഉണ്ടായിക്കോട്ടെ, ആ കമ്പോണൻസിൻ്റെ എല്ലാത്തിനും മോൾ ഫ്രാക്ഷൻ കണ്ട് സമ്മ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ദാറ്റ് മീൻസ് എക്സ് എ പ്ലസ് എക്സ് ബി പ്ലസ് എക്സ് സി എക്സെട്ര ഇസ് ഈക്വൽ ടു 1. ആൻസർ എപ്പോഴും 1 ആയിരിക്കും. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഒന്ന് മാസ് പെർസെൻറ്റേജ് പറഞ്ഞു, ദെൻ വോളിയം പെർസെൻറ്റേജ് പറഞ്ഞു, ദെൻ മൊളാലിറ്റി പറഞ്ഞു, അതേപോലെ തന്നെ മോൾ ഫ്രാക്ഷനും പറഞ്ഞു. ഓക്കെ, ഇതുവരെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോർമാലിറ്റി എന്താ എന്നുള്ളതാണ്. നമുക്കറിയാം, മൊളാരിറ്റി നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അതേപോലെ തന്നെയാണ് നോർമാലിറ്റിയും നമ്മൾ പറയുന്നത്. നമ്മളവിടെ മൊളാരിറ്റി പറഞ്ഞപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടാണ് പറഞ്ഞിരുന്നത്. ഇവിടെ നോർമാലിറ്റിൻ്റെ കേസ് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഗ്രാം ഇക്വാലൻ്റ് ഓഫ് ദി സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. 1 ലിറ്റർ സൊല്യൂഷനിൽ പ്രസൻ്റ് ആയിട്ടുള്ള സൊല്യൂട്ടിൻ്റെ ഗ്രാം ഇക്വാലൻ്റ്, നമ്പർ ഓഫ് ഗ്രാം ഇക്വാലൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? നോർമാലിറ്റി എന്ന് പറയുന്നത്. മൊളാരിറ്റി പറഞ്ഞത് 1 ലിറ്ററിൽ പ്രസൻ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആയിരുന്നു. പക്ഷേ നോർമാലിറ്റി പറയുമ്പോൾ അതെന്ന് പറയുന്നത് നമ്പർ ഓഫ് ഗ്രാം ഇക്വാലൻ്റ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. 1 ലിറ്റർ സൊല്യൂഷനിൽ പ്രസൻ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഗ്രാം ഇക്വാലൻ്റ് ഓഫ് സൊല്യൂട്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? നോർമാലിറ്റി എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നോർമാലിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വേർഡ് എന്ന് പറയുന്നത്, ലെറ്റർ എന്ന് പറയുന്നത് എൻ ആണ്. നോർമാലിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി എൻ ലെറ്റർ എൻ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയെന്ന് നോക്കാം. എൻ ഇസ് ഈക്വൽ ടു നോർമാലിറ്റി ഈസ് ഈക്വൽ ടു given mass of solute into 1000 divided by equivalent mass of solute into volume in milliliter. ഒന്നുകൂടി പറയാം, നോർമാലിറ്റി ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട്, നമ്മളവിടെ ഉള്ള സൊല്യൂട്ടിൻ്റെ മാസ്, ഡിവൈഡഡ് ബൈ ഇക്വലൻ്റ് മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ലിറ്റർ, വോളിയം ഇൻ മില്ലി. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഡൗട്ട് വരും, എങ്ങനെയാണ് ഇക്വലൻ്റ് മാസ് എങ്ങനെയാണ് കാണുക എന്നുള്ളത്. ഇക്വലൻ്റ് മാസ് എന്താണ്, എങ്ങനെ കാണുക എന്നുള്ളതൊക്കെ നമ്മൾ +1 അതിൻ്റെ ചെറിയ ക്ലാസ്സിലും പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് ഇക്വലൻ്റ് മാസ് കാണുക എന്നുള്ളത് ഒന്നും കൂടി പറഞ്ഞു തരാം. കാരണം ഇവിടെ നിന്ന്
പ്രോബ്ലം ഒരുവിധം ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഇക്വലൻ്റ് മാസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഒരു സൊല്യൂഷൻ എടുത്താൽ മേ ബി ആ സൊല്യൂഷനിൽ സൊല്യൂട്ട് ഏതെങ്കിലും ഒരു എലമെൻ്റ് ആവാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആസിഡോ ബേസോ ഏതെങ്കിലും ഒരു കോമ്പൗണ്ടോ അങ്ങനെ ഏതുമാവാം. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു എലമെൻറ്റിൻ്റെ ഇക്വലൻ്റ് മാസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു ഇക്വലൻ്റ് മാസ് ഓഫ് എലമെൻറ്റിൻ്റെ ഇക്വലൻ്റ് മാസ് കാണുക. ആ എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസ് കണ്ടിട്ട് ആ അറ്റോമിക് മാസിനെ ആ എലമെൻറ്റിൻ്റെ വാലൻസിയുമായിട്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസറാണ് ആ എലമെൻറ്റിൻ്റെ ഇക്വലൻ്റ് മാസ്. ഒന്നുകൂടി പറഞ്ഞുതരാം, ഇക്വലൻ്റ് മാസ് കാണുക. ഒരു എലമെൻറ്റ് എടുത്താൽ ആ എലമെൻറ്റിന് എന്തുണ്ടാവും? അറ്റോമിക് മാസ് ഉണ്ടാവും. ആ അറ്റോമിക് മാസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ടാവും, ഏതൊരു എലമെൻറ്റിനും ഒരു വാലൻസി ഉണ്ടാവും. വാലൻസി എന്താണെന്നൊന്നും ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ, അതൊക്കെ ഒരു സയൻസ് സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇക്വലൻ്റ് മാസ്, ഒരു എലമെൻറ്റിൻ്റെ ഇക്വലൻ്റ് മാസ് കാണുക. ആ എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസിനെ വാലൻസിയുമായി ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസറാണ് ഇക്വലൻ്റ് മാസ്. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 60 ആണ്. അതിൻ്റെ വാലൻസി എത്ര ആയിരിക്കും? നമുക്കറിയാം, ഓക്സിജനിൽ എത്ര ഇലക്ട്രോൺസാണ് ഉള്ളത്? ഓക്സിജനിൽ 8 ഇലക്ട്രോൺസാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 2 6 ആണ് വരിക. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പോൾ 8 തേക്കണമെങ്കിൽ 2 ഇലക്ട്രോൺസ് കൂടി വേണം. സോ ഇവിടെ ഓക്സിജൻ്റെ വാലൻസി എന്ന് പറയുന്നത് 2 ആണ്, 2 ആണ്. സോ ഇക്വലൻ്റ് മാസ് ഓഫ് ഓക്സിജൻ ഈസ് കാൽക്കുലേറ്റഡ് ബൈ atomic mass divided by valency. So here atomic mass is 60 and valency is 2. So therefore we are get equivalent mass of oxygen is 8. 60 by 2 is equal to 8. Okay, ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഒരു ആസിഡാണ് സൊല്യൂട്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് മാസ് എങ്ങനെ കാണുക എന്നുള്ളതാണ്. ആസിഡ് ആകുമ്പോൾ അവിടെ അറ്റോമിക് മാസ് അല്ല വരിക, മോളിക്കുലാർ മാസ്സാണ് വരിക. ആസിഡ് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് അല്ലല്ലോ, ഒരു മോളിക്യൂളാണ് വരിക. അപ്പോൾ ആ മോളിക്യൂളിൻ്റെ അല്ലെങ്കിൽ ആ ആസിഡിൻ്റെ ഇക്വലൻ്റ് മാസ് എങ്ങനെയാണ് കാണുക എന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എലമെൻറ്റിൻ്റെ ഇക്വലൻ്റ് മാസ് കണ്ട പോലെ തന്നെയാണ് ഇവിടെ ആസിഡിൻ്റെ ഇക്വലൻ്റ് മാസും കാണുന്നുണ്ട്. അവിടെ അറ്റോമിക് മാസ്സാണ് എടുത്തിരുന്നത് എങ്കിൽ ഇവിടെ മോളിക്കുലാർ മാസ്സാണ് എടുത്തിരുന്നത്. ദെൻ എലമെൻറ്റിൻ്റെ കേസിൽ വാലൻസി ആണ് നമ്മൾ എടുത്തത്. ആ കേസിൽ ആ സ്ഥലത്ത് ആ പ്ലേസിൽ നമ്മളിവിടെ ബേസിസിറ്റി ആണ് എടുക്കുന്നത്. ആസിഡ് ആകുമ്പോൾ ബേസിസിറ്റി. അപ്പോൾ ഇക്വലൻ്റ് മാസ് ഇസ് ഈക്വൽ ടു മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ ബേസിസിറ്റി. ബേസിസിറ്റി മീൻസ് നമ്മളിപ്പോൾ ഒരു ആസിഡ് ഉണ്ടെങ്കിൽ ആ ആസിഡിൽ H+ എത്ര എണ്ണം ഉണ്ട് എന്ന് നോക്കിയാൽ മതി, H എത്ര എണ്ണം ഉണ്ട് എന്ന് നോക്കിയാൽ മതി. ആ Hൻ്റെ എണ്ണമാണ് ബേസിസിറ്റി ആയിട്ട് വരാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇക്വലൻ്റ് മാസ് ഈസ് ഈക്വൽ ടു മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ ബേസിസിറ്റി. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ HCl എത്ര H ഉണ്ട്? ഒരു H ഉള്ളത്. അവിടുത്തെ ബേസിസിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ദെൻ HClൻ്റെ മോളിക്കുലാർ മാസ് എത്ര ആയിരിക്കും? 1 + 35.5 is equal to 36.5. സോ ഇക്വലൻ്റ് മാസ് ഈക്വൽ ടു മോളിക്കുലാർ മാസ് എത്രയാണ് പറഞ്ഞത്? 36.5. ദെൻ ബേസിസിറ്റി എന്ന് പറയുന്നത് 1 ആണ്. സോ HClൻ്റെ ഇക്വലൻ്റ് മാസ് എന്ന് പറയുന്നത് 36.5 ആയിരിക്കും. ഇറ്റ് ഈസ് ആൾസോ ഈക്വൽ ടു ഇസ് മോളിക്കുലാർ മാസ്. ഓക്കെ, അപ്പോൾ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും, എന്താണ് ബേസിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ബേസിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ആസിഡ് എടുത്താൽ ആ ആസിഡിൽ അയണൈസബിൾ ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ്റെ എണ്ണത്തെയാണ് ബേസിസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ വിച്ച് ക്യാൻ കേപ്പബിൾ ടു അയണൈസബിൾ. ഇപ്പോൾ ഒരു ആസിഡ് ഒരു ബേസുമായിട്ട് റിയാക്ഷൻ നടത്തുമ്പോൾ ആ ബേസ് ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിൽ ആ ഹൈഡ്രജനെയാണ് ആ ഹൈഡ്രജൻ്റെ എണ്ണത്തെയാണ് ബേസിസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ HCl പറഞ്ഞല്ലോ, ഈ HCl ഒരു NaOHുമായിട്ട് റിയാക്ഷൻ നടത്തുകയാണ്. അപ്പോൾ NaOHുമായിട്ട് റിയാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? NaClഉം കിട്ടും, H2O കിട്ടും. അവിടെ ആ NaOH ആ ബേസ് ഈ ആസിഡിൽ നിന്നും ഒരു Hനെ അവിടുന്ന് റീപ്ലേസ് ചെയ്യാണ്, അയണൈസബിൾ ചെയ്യാണ്. ആ ഹൈഡ്രജൻ ആ
എത്ര അയണൈസബിൾ ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജനെ പറയുന്ന ആ നമ്പേഴ്സിനെ പറയുന്ന പേരാണ് എന്ത്, ബേസിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എങ്കിൽ ബേസിസിറ്റീനെ നമ്മൾ സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു ആസിഡിന് വിട്ടുകൊടുക്കാൻ കഴിയുന്ന ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണത്തെയാണ് ബേസിസിറ്റി ഓഫ് ആസിഡ് എന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വലൻ മാസ് എങ്ങനെ, ആസിഡിൻ്റെ ഇക്വലൻ മാസ് എങ്ങനെ കാണുമെന്ന് പറഞ്ഞാൽ മോളിക്കുലാർ മാസിനെ ബേസിസിറ്റിയുമായിട്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഇക്വലൻ മാസ് ഓഫ് ആസിഡ്. ഓക്കെ, ഇനി നമ്മൾ പറയണത്, ഇനി നമ്മുടെ സൊല്യൂട്ട് എന്ന് പറയുന്നത് ബേസ് ആണെങ്കിൽ എങ്ങനെയാണ് ഇക്വലൻ മാസ് കാണുക എന്നുള്ളതാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ അതേപോലെ തന്നെയാണ് ബേസിൻ്റെ കേസിൽ വരുന്നത്. ഇവിടെ ബേസ് ആകുമ്പോൾ മോളിക്കുലാർ മാസിനെ അസിഡിസിറ്റിയുമായിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് അസിഡിസിറ്റി എന്ന് പറയുന്നത്? അസിഡിസിറ്റി എന്ന് പറയുന്നത് ഒരു ബേസിന് വിട്ടുകൊടുക്കാൻ കഴിയുന്ന OHൻ്റെ എണ്ണത്തെയാണ് ബേസിസിറ്റി എന്ന് പറയുന്നത്. ആസിഡ് ആയപ്പോൾ എച്ചിനെ വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ H+ വിട്ടുകൊടുക്കാൻ കഴിയുന്ന ആ എച്ചിൻ്റെ എണ്ണത്തെയാണ് ബേസിസിറ്റി എന്ന് പറയുന്നത്. എങ്കിൽ ഇവിടുത്തെ കേസിൽ ബേസിൻ്റെ കേസിൽ അസിഡിസിറ്റി എന്ന് പറയുന്നത് OHൻ്റെ എണ്ണത്തെയാണ് അസിഡിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വലൻ മാസ് ഓഫ് ബേസ് എങ്ങനെയാണ് കാണുക? മോളിക്കുലാർ മാസ് ഓഫ് ദാറ്റ് ബേസ് ഡിവൈഡഡ് ബൈ അസിഡിസിറ്റി ഓഫ് ദാറ്റ് ബേസ്. ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു ബേസാണ് എന്ത്, NaOH. ആ NaOHൻ്റെ മോളിക്കുലാർ ഫോമുല അല്ല, മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് എന്താണ്? 40 ആണ്. ആ 40 ദെൻ അസിഡിസിറ്റി എന്ന് പറയുന്നത് ഇവിടെ എന്താണെന്ന് പറയുന്നത്, ഒരു ബേസിന് വിട്ടുകൊടുക്കാൻ കഴിയുന്ന OHകളുടെ എണ്ണത്തെയാണ് എന്തെന്ന് പറയുന്നത്, അസിഡിസിറ്റി എന്ന് പറയുന്നത്. ഇവിടെ എത്ര OH ഉണ്ട്? ഒറ്റ OH ഉള്ളൂ. ആ OHനെ വിട്ടുകൊടുക്കുക, അതാണ് ബേസ് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ഈക്വൽ മാസ് എന്ന് പറയുന്നത് 40 ഡിവൈഡഡ് ബൈ 1 ആണ്. 40 മീൻസ് മോളിക്കുലാർ മാസ് ഓഫ് NaOH ആൻഡ് ഈ 1 മീൻസ് ദ അസിഡിസിറ്റി ഓഫ് ദാറ്റ് ബേസ്. സോ വി get equivalent mass of NaOH is equal to 40. That means 40 divided by 1 is equal to 40. Okay, ഇപ്പോൾ ആസിഡിന് പറഞ്ഞു, ബേസിന് പറഞ്ഞു, എലമെൻറ്റിന് പറഞ്ഞു. എലമെൻറ്റിൻ്റെ ഇക്വലൻ മാസ് ആണ് അറ്റോമിക് മാസ് ഡിവൈഡഡ് ബൈ വാലൻസി ആണ്. ആസിഡിൻ്റെ കേസിലാവുമ്പോൾ മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ ബേസിസിറ്റി ആണ്. ദെൻ ബേസിൻ്റെ കേസിലാവുമ്പോൾ മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ അസിഡിസിറ്റി ആണ്. ഏതെങ്കിലും കോമ്പൗണ്ടാണ് നമ്മൾ സൊല്യൂട്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വലൻ മാസ് കാണുക. മോളിക്കുലാർ മാസിനെ ആ സൊല്യൂട്ടിലുള്ള പോസിറ്റീവ് ചാർജോ അല്ലെങ്കിൽ ടോട്ടൽ പോസിറ്റീവ് ചാർജോ അല്ലെങ്കിൽ ടോട്ടൽ നെഗറ്റീവ് ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് ആ കോമ്പൗണ്ടിൻ്റെ ഇക്വലൻ മാസ് കിട്ടുക. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സോഡിയം കാർബണേറ്റ് Na2CO3. ആ Na2CO3 ഡീകമ്പോസ് ചെയ്യുക എങ്ങനെയാണ്? 2Na+CO3 2- ആയിട്ടാണ് അതിൻ്റെ ഡീകമ്പോഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ 2 എണ്ണവും അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ 2- ആണ്, അതും 2 എണ്ണമാണ്. അപ്പോൾ അവിടുത്തെ ഏതെങ്കിലും ഒരു ചാർജ് എടുക്കുക, ടോട്ടലിൽ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ടോട്ടൽ നെഗറ്റീവ് ചാർജ് എടുക്കാം. എന്നിട്ട് മോളിക്കുലാർ മാസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്കിവിടെ ഇക്വലൻ മാസ് കിട്ടുക. Na2CO3ൻ്റെ കേസിൽ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 106 ആണ്. ഇവിടുത്തെ പോസിറ്റീവ് ചാർജിൻ്റെ എണ്ണം അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 106 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 53 ആണ്. അതാണ് ആ Na2CO3ൻ്റെ ഇക്വലൻ മാസ്. അവിടെ ഡീകമ്പോഷൻ നടക്കുമ്പോൾ അവിടുത്തെ ടോട്ടൽ മാസ്, ടോട്ടൽ പോസിറ്റീവ് ചാർജോ അല്ലെങ്കിൽ ടോട്ടൽ നെഗറ്റീവ് ചാർജ് എത്രയാണോ നോക്കുക, അതിനെ മോളിക്കുലാർ മാസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു കോമ്പൗണ്ടിൻ്റെ ഇക്വലൻ മാസ് കിട്ടുക. ഓക്കെ, നമ്മൾ ഇക്വലൻ മാസ് എന്തിനാണ് പറഞ്ഞത്? നോർമാലിറ്റി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്വലൻ മാസ് പറഞ്ഞത്. അപ്പോൾ എന്തായിരുന്നു നോർമാലിറ്റി? നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിൽ 1 ലിറ്റർ സൊല്യൂഷനിൽ പ്രസൻ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ഓഫ് സൊല്യൂട്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? നോർമാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മളൊരു ടേംസും കൂടി പറയുകയാണ്. പാർട്സ് പെർ മില്യൺ, ppm എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. പാർട്സ് പെർ മില്യൺ എന്നുള്ള
പേരിൽ തന്നെ ഉണ്ട് എന്താണ് ppm എന്നുള്ളത്. ഒരു സൊല്യൂഷനെ 1,000,000 പാർട്സ് ആക്കുക, ദാറ്റ് മീൻസ് 10⁶ പാർട്സ് ആക്കിയിട്ട് അതിലുള്ള നമ്പർ ഓഫ് പാർട്സ് ഓഫ് സൊല്യൂട്ടിനെയാണ് അതിൽ പ്രസൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ 10⁶ പാർട്സ് ഓഫ് സൊല്യൂഷനിൽ പ്രസൻ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് പാർട്സ് ഓഫ് സൊല്യൂട്ടിനെയാണ് എന്തെന്ന് പറയുന്നത്, പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത്. Parts per million is the number of parts of solute present in 10⁶ parts of solution. It mathematically represented by ppm is equal to mass of solute divided by mass of solution into 10⁶. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പാർട്സ് പെർ മില്യൺ ആണ്. പാർട്സ് പെർ മില്യൺ എന്ന് പറഞ്ഞാൽ ഒരു മില്യൺ പാർട്സ് ഓഫ് സൊല്യൂഷനിൽ പ്രസൻ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് പാർട്സ് ഓഫ് സൊല്യൂട്ടിനെയാണ് ppm എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 7 കോൺസെൻട്രേഷൻ ടേമുകൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് പറഞ്ഞത് മാസ് പെർസെൻറ്റേജ്, രണ്ടാമത്തേത് പറഞ്ഞത് വോളിയം പെർസെൻറ്റേജ്, തേർഡ് പറഞ്ഞത് മൊളാരിറ്റി, ദെൻ ഫോർത്ത് പറഞ്ഞത് മൊളാലിറ്റി, ദെൻ മോൾ ഫ്രാക്ഷൻ, ദെൻ പറഞ്ഞത് നോർമാലിറ്റി, ആൻഡ് ലാസ്റ്റ് പറഞ്ഞത് ppm. നോർമാലിറ്റിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് ഇക്വലൻ മാസ് എങ്ങനെയൊക്കെയാണ് കാണുക എന്നുള്ളത്. ഇക്വലൻ മാസ് എലമെൻറ്റിൻ്റെ ഇക്വലൻ മാസാണ് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വലൻ മാസ് എങ്ങനെ കാണുക? അറ്റോമിക് മാസ് ബൈ വാലൻസി ആണ് എലമെൻറ്റിൻ്റെ ഇക്വലൻ മാസ് കാണുക. ദെൻ പിന്നെ ഒരു ആസിഡോ ബേസോ ആണ് നമ്മൾ സൊല്യൂട്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വലൻ മാസ് എങ്ങനെ കാണുക? ആസിഡ് ആവുമ്പോൾ മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ ബേസിസിറ്റിയും. അപ്പോൾ ബേസിസിറ്റി എന്തായിരുന്നു? H+നെ വിട്ടുകൊടുക്കാൻ കഴിയുന്ന H+ൻ്റെ എണ്ണത്തെയാണ് ബേസിസിറ്റി എന്ന് പറയുന്നത്. ദെൻ ബേസിൻ്റെ കേസിലാവുമ്പോൾ എങ്ങനെയാണ് ഇക്വലൻ മാസ് കാണുക? ഇക്വലൻ മാസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ അസിഡിസിറ്റി. അസിഡിസിറ്റി മീൻസ് ദ നമ്പർ ഓഫ് OH- നെ വിട്ടുകൊടുക്കാനുള്ള എണ്ണത്തെയാണ് അസിഡിസിറ്റി എന്ന് പറയുന്നത്. ദെൻ കോമ്പൗണ്ട് ആണെങ്കിൽ എങ്ങനെ കാണുക? മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ചാർജ്, ടോട്ടൽ പോസിറ്റീവ് ചാർജ് ഓർ ടോട്ടൽ നെഗറ്റീവ് ചാർജ്, ഏതെങ്കിലും ഒരു ചാർജ് കൊണ്ട് മോളിക്കുലാർ മാസിനെ ഡിവൈഡ് ചെയ്താൽ ആ കോമ്പൗണ്ടിൻ്റെ ഇക്വലൻ മാസ് കിട്ടും. ഓക്കെ, പറഞ്ഞത് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാണ്. ഇന്ന് നമ്മൾ എന്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്? സൊല്യൂഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിലുള്ള കുറച്ച് ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ് സൊല്യൂഷൻ എന്നുള്ളതാണ്. സൊല്യൂഷൻ എന്തായിരുന്നു? സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more components. ആ കമ്പോണൻസിന് പറയുന്ന പേരുകൾ ഏതൊക്കെയായിരുന്നു? സോൾവെൻ്റ് ആൻഡ് സൊല്യൂട്ട്. സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ എക്സസ് എമൗണ്ടിൽ കാണപ്പെടുന്ന കമ്പോണൻസിനെ പറയുന്ന പേരാണ് സോൾവെൻ്റ്. ദെൻ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ലെസ്സർ എമൗണ്ടിൽ കാണപ്പെടുന്ന കമ്പോണൻറ്റിൻ്റെ പേരായിരുന്നു സൊല്യൂട്ട്. ദെൻ പിന്നെ പറഞ്ഞത് ടൈപ്സ് ഓഫ് സൊല്യൂഷനാണ്. ആ സൊല്യൂഷൻ്റെ നെയിം ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഏത് പാർട്ടിക്കിൾ? സോൾവെൻ്റ് പാർട്ടിക്കിൾ. സോൾവെൻ്റ് പാർട്ടിക്കിൾ ഏതാണോ അല്ലെങ്കിൽ സോൾവെൻ്റ് കമ്പോണൻ്റ് ഏതാണോ അതിനനുസരിച്ചാണ് ആ സൊല്യൂഷൻ്റെ നെയിം വരിക. ഒരു സൊല്യൂഷൻ്റെ സോൾവെൻ്റ് എന്ന് പറയുന്നത് സോളിഡ് ആണെങ്കിൽ സോളിഡ് സൊല്യൂഷനും, ഗ്യാസ് ആണെങ്കിൽ ഗ്യാഷ്യസ് സൊല്യൂഷനും, ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡ് സൊല്യൂഷനും എന്നീ 3 പേരിലാണ് നമ്മൾ ടൈപ്സുകൾ പറഞ്ഞത്. ദെൻ പിന്നെ പറഞ്ഞത് ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എന്താണ്, എങ്ങനെയാണ് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്, ആ എക്സ്പ്രസ് ചെയ്യുന്ന ടേംസുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഫസ്റ്റ് ഒന്ന് മാസ് പെർസെൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു. ദെൻ പിന്നെ പറഞ്ഞത് വോളിയം പെർസെൻറ്റേജ് എന്താണ്, മൊളാരിറ്റി എന്താണ്, മൊളാലിറ്റി എന്താണ്, ദെൻ മോൾ ഫ്രാക്ഷൻ എന്താണ്, നോർമാലിറ്റി എന്താണ്, പാർട്സ് പെർ മില്യൺ എന്താണ് എന്നാണ് പറഞ്ഞത്. മൊളാലിറ്റിയും മാറരുത്, അത് നേരെ നോക്കണം. അത് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതാണ്, അത് മാറാതെ നോക്കണം. പിന്നെ പറഞ്ഞത് മോൾ ഫ്രാക്ഷനാണ്. മോൾ ഫ്രാക്ഷനിൽ ഒരു ഇത് പറഞ്ഞു, മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻസ് സം ഓഫ് മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് ഈസ് ആൾവേസ് 1. അത് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. ദെൻ നോർമാലിറ്റിൻ്റെ കേസിൽ ഇക്വലൻ മാസ് എങ്ങനെയാണ് കാണുക എന്നുള്ളതും പറഞ്ഞു. അപ്പോൾ അത് മുഴുവനും നോക്കി വെക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ വരാറുള്ളത് മെയിനായിട്ടും ഈ കോൺസെൻട്രേഷൻ ടേംസുകളുടെ ഭാഗത്തു നിന്നാണ്. ഈ ഭാഗത്തു നിന്ന് പ്രോബ്ലംസ് അധികവും ചോദിച്ച് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പോൾ ഈ മൊളാരിറ്റി നോർമാലിറ്റി പറഞ്ഞ അവിടെ ടെക്സ്റ്റിൽ 2-3 പ്രോബ്ലം ഉണ്ട്. അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സോലിബിലിറ്റി റിലേറ്റഡ്
ലോസ് എന്തൊക്കെയാണ്, കാര്യങ്ങളാണ്. ഇനിയാണ് നമ്മൾ മെയിനായിട്ട് ചാപ്റ്ററിലേക്ക് കടക്കുന്നത്. ഇതുവരെ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം.